നമ്മൾ മെഡിസിൻസ് പ്രഗ്നൻസിയിൽ മെഡിസിൻസ് എടുക്കുമ്പം എന്താണ് എല്ലാ മെഡിസിനും എടുക്കാൻ പറ്റുമോ അതോ എന്താണ് എടുക്കരുതാത്തത് അതും കൂടി ഒന്ന് പറയും. പ്രഗ്നൻസിയിൽ അസുഖം വരുമ്പോൾ പലപ്പോഴും മെഡിസിൻസ് കഴിക്കാണ്ടൊക്കെ ആൾക്കാർ നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്കവാറും മെഡിസിൻസും പ്രഗ്നൻസിയിൽ സേഫാണ്. അതായത് അതിൽ ഒഴിവാക്കേണ്ടതായിട്ട് കുറച്ച് ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക്കുകൾ, ചില സ്റ്റിറോയിഡുകൾ, അങ്ങനെയുള്ള ചില മെഡിസിൻസ് നമുക്ക് ചിലപ്പോൾ ഡോസ് കുറച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ സേഫ് ആയിട്ടുള്ള രീതിയിലേക്കോ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അല്ലാതെ മിക്കവാറും ഇപ്പോൾ ഒരു പനി വരുമ്പോൾ കഴിക്കുന്ന പാരസെറ്റമോളോ അല്ലെങ്കിൽ തുമ്മൽ വരുമ്പോൾ എടുക്കുന്ന അലർജിയുടെ മെഡിസിൻസോ ഒക്കെ പ്രഗ്നൻസിയിൽ സേഫാണ്. പിന്നെ ആവശ്യമുണ്ടോ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വോമിറ്റിങ്ങിന് മെഡിസിൻ കൊടുക്കുമ്പോൾ അവരത് കഴിക്കുകയല്ല. ആ വോമിറ്റിംഗ് പ്രഗ്നൻസിയിൽ മെഡിസിൻ എടുക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, എന്നിട്ട് ഛർദ്ദിച്ച് ഔഷധമായിട്ടൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഭയങ്കര ഛർദ്ദിയാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഛർദ്ദിയുടെ മെഡിസിൻ എടുക്കുക. ആസിഡിറ്റി കൂടുതലാണ്, നമുക്ക് ഓരോ നേരവും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ എടുക്കുക. അതേപോലെ ഇപ്പോൾ പനി അസുഖങ്ങൾ വരുമ്പോൾ തന്നെത്താനെ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങാതെ ഒരു ഡോക്ടറെ കാണിച്ച് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞ് ആവശ്യമുള്ള ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതാണെങ്കിൽ അത് കഴിക്കുക, സേഫായിട്ടുള്ള മെഡിസിൻ കഴിക്കുക. അത് വേണ്ട അവർ അല്ലാതെ മറന്ന് എന്തെങ്കിലും ജലദോഷ പനിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീർത്തും മെഡിസിൻസ് ഒഴിവാക്കണം എന്നല്ല, നമ്മൾ തന്നെത്താനെ എടുക്കാതിരിക്കുക. സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ ആദ്യം കാണിച്ചിട്ട് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാമോ എന്ന് കൺഫേം ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്.